പലരും ചോദിക്കാറുണ്ട്, നിങ്ങളെക്കുറിച്ച് പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടും എന്താ ഒരക്ഷരം പ്രതികരിക്കാത്തത്, മറുപടി പറയാത്തത്? ആരോപണങ്ങൾക്ക് കേൾക്കുമ്പോഴേക്ക് മറുപടി പറയണമെന്നില്ല. മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹുവിനോട് ഇതേ ചോദ്യം ചോദിച്ചു. ഖാലൂ സഖത്ത വഖദ് ഖുസിംത, നിങ്ങളെക്കുറിച്ച് എന്തെല്ലാം ആരോപണങ്ങൾ ആരോപിക്കുന്നു, ഒന്നിനും നിങ്ങൾ മറുപടി പറയാത്തത്, പ്രതികരിക്കാത്തത് എന്താണ്? ഷാഫി ഇമാമിൻ്റെ മറുപടി വളരെ അർത്ഥപൂർണമാണ്, ചിന്താർഹമാണ്. ഇന്നൽ ജവാബ ഈ ബാബി ഷെഡ്ഡി മിഫ്താഹു, പലയിടങ്ങളിലും മറുപടികൾ നാശനഷ്ടങ്ങളുടെ, തകർച്ചയുടെ താക്കോലുകളാണ്. കാര്യപ്രസക്തമായ മറുപടി അർഹിക്കുന്ന ആരോപണങ്ങൾ, ചോദ്യങ്ങൾ മറുപടി പറയണം. അതേ സ്ഥാനത്ത് ദുരാരോപണങ്ങൾ, അതിനൊക്കെ മൗനമാണ് ഏറ്റവും നല്ല മറുപടി. അല്ലാതിരുന്നാൽ അത് കാലാകാലം നമ്മുടെ ആയുസ്സും ആരോഗ്യവും സമയവും എല്ലാം നശിപ്പിച്ച് തീർക്കേണ്ടി വരും. എന്നിട്ട് ഷാഫി ഇമാം പറഞ്ഞ ഉദാഹരണം എത്ര വലിയ രസമാണ്. കാട്ടിലെ സിംഹം രാജാവാണ്, അതൊന്നും ശബ്ദിക്കാറില്ല. പക്ഷേ എല്ലാവർക്കും അതിന് ആദരവും ബഹുമാനവുമാണ്. നാട്ടിലുള്ള തൊട്ടാൽ 7 വട്ടം കഴുകേണ്ട ജീവി അതെപ്പോഴും ഒച്ച വെച്ചുകൊണ്ടേയിരിക്കും, അത് കുറച്ചുകൊണ്ടേയിരിക്കും. ഇവിടെയാണ് പ്രതികരിക്കേണ്ടതിന് മാത്രം പ്രതികരിക്കുക, എല്ലാത്തിന് പ്രതികരിക്കാതിരിക്കുക. ഇതെല്ലാം കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് കുട്ടിക്കാലങ്ങളിലെ ശീലിച്ചാൽ വലിയ ഉപകാരപ്രദമായിരിക്കും. നാശത്തിൻ്റെ, പരാജയങ്ങളുടെ മാലപ്പടക്കങ്ങൾക്ക് തീ കൊളുത്താതെ, അധപ്പതനത്തിൻ്റെ, അധോഗതിയുടെ കവാടങ്ങൾ തുറക്കാതെ നമുക്ക് സുഖസുന്ദരമായി മാന്യമായി ജീവിക്കാൻ കഴിയും.